പലതരം ചേരുവകൾ. ഇന്ന് നമ്മളൊരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കണേ. ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മുട്ട, ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൈദപ്പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അത്യാവശ്യം സോഫ്റ്റ്നെസ്സും പഞ്ചിനെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിന് അത്യാവശ്യം നല്ല മധുരമുള്ള ശർക്കരയാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വൈറ്റ് മധുരം കുറഞ്ഞ ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വരെ ആവാട്ടോ. ഗ്രാം അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 125 ഗ്രാമാണുള്ളത്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളച്ച് ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ശർക്കരയും വെള്ളത്തിലേക്ക് ഒന്ന് ലയിച്ച് ചേർന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ശർക്കര നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് മോൾഡ് റെഡിയാക്കാം. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് 200 ml ചെറിയ ചെറിയ ബൗൾസിലായിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിന്റെ ഒരു ടിൻ എടുത്തിട്ട് ഒറ്റയടിക്ക് ഒറ്റ പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിന്റെ മോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിലും ബേക്ക് ചെയ്യാം കേട്ടോ. കപ്പ് കേക്കിന്റെ പേപ്പർ മോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് ധരിച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിത് കേക്കിന്റെ പൊടി തന്നെ കൂട്ടി പൊടിച്ചെടുത്തതാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നില്ല കേട്ടോ. പകരം 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാം കേട്ടോ. തേങ്ങ ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോഴൊക്കെ തേങ്ങ കടിക്കാനും ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ തേങ്ങ ഇടുന്നതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് ഗോതമ്പ് പൊടിയാണ്. ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടി ഇട്ടെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വെള്ളം കുറവുണ്ടാവും. ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഒരു 6 ടേബിൾ സ്പൂൺ വരെ വെള്ളം വേണ്ടി വരാം കേട്ടോ. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഒരു കേക്ക് ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചൊക്കെ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുക. എഴുതിയത് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡറിന്റെ സ്ഥാനത്ത് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് മോൾഡിലേക്ക് കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കുക. 1/2 ഭാഗം വെച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാൻ ഞാൻ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് എങ്കിലും ഹൈ ഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച ശേഷം അതിനകത്തേക്ക് കേക്ക് ബാറ്റർ ഫില്ല് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബദാമാണ് ഉണ്ടായിരുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടൂട്ടി ഫ്രൂട്ടി നമ്മൾ വീഡിയോ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടൂട്ടി ഫ്രൂട്ടി തന്നെയാണിത്. ഇനി ഇത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യണം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. കേക്കിന്റെ അകത്തേക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് കുത്തി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഡീമോൾഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ചെറിയ ചൂടനെയും ഇത് കഴിക്കാം കേട്ടോ. നന്നായിട്ട് തണുക്കണമെന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളൂ. അകത്ത് തേങ്ങ ഉള്ളതുകൊണ്ട് കടിച്ചു തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.